ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് ഉദരത്തിൽ വെച്ച് തന്നെ ജീവന് നഷ്ടപ്പെട്ട തന്റെ പൊന്നോമനയെ ഓർത്ത് വിലപിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഒരമ്മ. മഹാരാഷ്ട്രയിലെ മൊഘഡയില് ഏതാനും ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമാണ് വാർത്തകളിൽ നിറഞ്ഞത്. ജൂൺ 11 പുലർച്ചെയാണ് അവിത സഖാറാം കാവര് എന്ന 24-കാരിക്ക് പ്രസവവേദന തുടങ്ങുന്നത്. ഉടനെ കുടുംബം ആശാവർക്കർമാരെ സഹായത്തിന് വിളിച്ചു. ആശാവർക്കർമാര് ആംബുലൻസ് സർവീസുകളെ വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ഒരു സ്വകാര്യ വാഹനം ഏർപ്പാടാക്കിയാണ് യുവതിയെ സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചത്. അവിടെ നിന്നും മൊഘഡയിലെ റൂറൽ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ആംബുലൻസ് എത്താത്തതിനാല് വളരെ താമസിച്ചാണ് യുവതിയെ ആശുപത്രിയിലെത്തിക്കാനായത്. എന്നാല് റൂറൽ ആശുപത്രിയിൽ വച്ച് യുവതിയുടെ ഉദരത്തിനുള്ളിൽ വച്ച് തന്നെ ആ കുരുന്ന് ജീവന് പൊലിഞ്ഞു. ആശുപത്രിയില് മതിയായ സൗകര്യങ്ങളില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇതിനിടെ യുവതിക്ക് കടുത്ത പനി അനുഭവപ്പെട്ടതോടെ അവരെ നാസിക് സിവില് ആശുപത്രിയില് എത്തിച്ചു. ഈ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തിയാണ് ചാപിള്ളയെ പുറത്തെടുത്തത്. പൊന്നോമനയ്ക്കായി കാത്തിരുന്ന ആ ദമ്പതികൾക്ക് മുന്നിലെത്തിയത് ജീവന്റെ തുടിപ്പില്ലാത്ത ആ പെൺകുരുന്നിന്റെ കുഞ്ഞു ശരീരമായിരുന്നു. ഒരുപക്ഷെ ആംബുലൻസുകള് സമയത്തിനെത്തിയിരുന്നെങ്കില്, ആശുപത്രിയില് സൗകര്യങ്ങളുണ്ടായിരുന്നെങ്കില് അവിതയ്ക്കും ഭർത്താവ് സഖാറാമിനും തങ്ങളുടെ പൊന്നോമനയെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇഷ്ടികച്ചൂളയിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. കഷ്ടപ്പാടുകൾക്കിടയിലും തങ്ങളുടെ കുഞ്ഞിനെയോർത്ത് ഇരുവരും നെയ്തെടുത്ത സ്വപ്നമാണ് പൊടുന്നനെ ഇല്ലാതായത്. മൃതദേഹം 70 കിലോമീറ്റര് അകലെയുള്ള സ്വദേശത്തേക്ക് ആംബുലൻസില് കൊണ്ടുപോകുന്നതിനും ഇവരുടെ കയ്യില് പണമില്ലായിരുന്നു. തുടർന്ന് കുഞ്ഞിന്റെ മൃതശരീരം ബാഗിലാക്കി ബസ്സിലാണ് സ്വദേശമായ മൊഘഡയിലെത്തിച്ചത്.